ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ജെമിനൈക്ക് വേണ്ടിയിട്ട് മന്ത്ലി ഏപ്രിൽ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ ജെമിനൈ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് മെസ്സേജസ് എന്ന് നമ്മൾക്ക് നോക്കാം. ഏപ്രിൽ മാസത്തിൻ്റെ ജെമിനൈയുടെ പാസ്റ്റ് എനർജിയിൽ എന്താണ്? പാസ്റ്റ് എനർജി ജെമിനൈക്ക് വേണ്ടിയിട്ട് ഡെത്ത്. കറണ്ട് എനർജി എന്താണ്? കറണ്ട് എനർജി 5 of swords. ഫ്യൂച്ചർ എനർജി എന്താണ്? ഫ്യൂച്ചർ എനർജി സൺ. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് എന്താണ്? 7 of Pentacles. നിങ്ങൾക്ക് അഡ്വൈസ് എന്താണ്? 4 of Pentacles. നിങ്ങളുടെ ഹിഡൻ ഫാക്ടർ എന്താണ്? ഹിഡൻ ഫാക്ടറിൽ വീൽ ഓഫ് ഫോർച്യൂൺ. നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണ്? ഓവറോൾ എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്വീൻ ഓഫ് സോർഡ്സ് ആണ്. നിങ്ങളുടെ ഓവറോൾ ഔട്ട്കം ഏപ്രിൽ മാസത്തിൻ്റെ ഔട്ട്കം 4 of swords ആണ്. അപ്പോൾ ജെമിന ഇവിടെ ഞാൻ കാണുന്നത് ക്വീൻ ഓഫ് സ്വോർഡ്സ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. നിങ്ങൾ ഏപ്രിൽ മാസത്തിൽ കുറേ പ്രാക്ടിക്കൽ എനർജിയിലാണ്, കുറേ ഒരു സ്ട്രേറ്റ് ഫോർവേഡ് എനർജിയിലാണ്, ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ എനർജിയാണ്, ക്ലിയർ ആയി തിങ്ക് ചെയ്യണ എനർജിയാണ്. ഇവിടെ ഒരു പേഴ്സൺ ഒരു കൺഫ്യൂഷനും ഇല്ലാത്ത എനർജിയാണ് ക്വീൻ ഓഫ് സോർഡ്സ്. അപ്പോൾ യൂണിവേഴ്സ് ഇവിടെ ആക്ച്വലി പറയണത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ചില ചോയ്സസ് ഡിസിഷൻസ് എടുക്കേണ്ടി വരും. അപ്പോൾ ആ ഡിസിഷൻസ് നിങ്ങൾ വെരി ക്ലിയർ ആയിട്ടാണ് എടുക്കുന്നത്. ആൻഡ് ആരും നിങ്ങളുടെ കൂടെ യുനോ കളിക്കാൻ പറ്റില്ല. പറഞ്ഞ ഒരു കുറേ ഒരു സ്ട്രേറ്റ് ഫോർവേഡ് എനർജിയാണ് ഇത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കണ്ടാച്ചാലും അത് പോസിബിൾ അല്ല. എന്നുവെച്ചാൽ നിങ്ങളുടെ എനർജി അത്രയും പവർഫുൾ ആണ്. അപ്പോൾ നിങ്ങളുടെ പാസ്റ്റിൽ ഡെത്ത് ആണ് ഞാൻ കാണുന്നത്. സ്കോർപ്പിയോ എനർജിയാണ് ഇത്. അപ്പോൾ നിങ്ങളുടെ പാസ്റ്റിൽ എന്തോ ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ട്. ഇതൊരു വലിയ ചേഞ്ച് ആയിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട്. എന്തോ ഒരു പാസ്റ്റിൻ്റെ എന്തോ ഒരു കാര്യം എൻഡ് ചെയ്തിട്ട് ഒരു പുതിയ ബിഗിനിങ് ആണ് ഞാനിവിടെ കാണുന്നത് ഡെത്ത് എനർജിയിൽ. പിന്നെ ക്വീൻ ഓഫ് സോർഡ്സ് വേറെ എന്താ വെച്ചാൽ എനിക്ക് വേറൊരു മെസ്സേജ് കിട്ടുന്ന വെച്ചാൽ ക്വീൻ ഓഫ് സോർഡ്സ് ഒരു ഡിവോഴ്സ്ഡ് പേഴ്സൻ്റെയും എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചില ആൾക്കാർ മേ ബി ഡിവോഴ്സിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും, ഓരൽ സെപ്പറേറ്റഡ് ആയിരിക്കും, ഓരൽസ് ഓൾറെഡി ഡിവോഴ്സ് കഴിഞ്ഞിട്ട് ആയിരിക്കും ഈ എനർജി നമ്മൾ കാണുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി എന്തോ ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ പാസ്റ്റിൽ. ആൻഡ് അത് ഒരു വലിയ ചേഞ്ച് ആയിരുന്നു, ഒരു വലിയ ഒരു എൻഡിങ് ആയിരുന്നു, എന്നൊരു പുതിയ ബിഗിനിങ്ങും ഉണ്ടായി. 5 of swords നിങ്ങൾക്ക് വേണ്ടിയിട്ട് കറണ്ട് ഏപ്രിൽ എനർജി. 5 of swords ഗോസിപ്പിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ മാരേജ് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട് വെച്ചാൽ വേറെ ആൾക്കാർ ഇതിനെപ്പറ്റി ഗോസിപ്പ് ചെയ്യണു, നിങ്ങൾ അറിയാണ്ട് നിങ്ങളെപ്പറ്റി സംസാരിക്കുന്നുണ്ട്, നിങ്ങളെപ്പറ്റി വേറെ ആരോ ഗോസിപ്പ് ചെയ്യുന്നുണ്ട്. മേ ബി നിങ്ങളുടെ എക്സ് ഇല്ലച്ച നിങ്ങളുടെ മുമ്പത്തെ പാർട്ട്ണർ ആയിരിക്കും. എന്തായാലും ഇവിടെ കുറച്ചൊരു നെഗറ്റിവിറ്റി ഞാൻ കാണുന്നുണ്ട് നിങ്ങളുടെ ഏപ്രിൽ എനർജിയിൽ. പക്ഷേ പോസിറ്റീവ് കാര്യം എന്താ വെച്ചാൽ നിങ്ങളുടെ ഫ്യൂച്ചർ കുറേ ബ്രൈറ്റ് ആണ്. ഇത് ലിയോ എനർജിയാണ്. കുറേ അബണ്ടൻസ് ഹാപ്പിനെസ് ആണ് വരാൻ പോണത് നിങ്ങളുടെ ഫ്യൂച്ചറിൽ. കുറേ ക്ലാരിറ്റി വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ഫ്യൂച്ചറിൽ. അപ്പോൾ അതാണ് ഗുഡ് ന്യൂസ് ഇവിടെ. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ചാണ് 7 of wands. നിങ്ങൾ എന്തിനോ വേണ്ടിയിട്ട് വെയിറ്റ് ആണ് ചെയ്യണത്. നിങ്ങൾ ഡിവോഴ്സിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് വെച്ചാൽ മേ ബി ആലിമനിക്കായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക, എന്തെങ്കിലും ഫിനാൻഷ്യൽ കാര്യത്തിനായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക, ഓരൽസ് ഈ ഡിവോഴ്സിൻ്റെ സെറ്റിൽമെൻറ്റിന് വേണ്ടിയിട്ടുമായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. അതല്ലച്ച വേറെ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും. അതിനാൽ നിങ്ങൾ ഇങ്ങനെ ഒരു വെയിറ്റ് ആൻഡ് വാച്ച് അപ്രോച്ചിലാണ്. നിങ്ങളുടെ ഇടയ്ക്ക് ചില ആൾക്കാർ ഈ പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വരും എന്നൊരു ഹോപ്പ് ഉണ്ടാവും, അതിനായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. ഒരു മെസ്സേജോ കോളിന് വേണ്ടിയിട്ടായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. 4 of Pentacles ആണ് നിങ്ങളുടെ അഡ്വൈസ്. അപ്പോൾ യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ ഫിനാൻഷ്യലി നിങ്ങൾക്ക് കുറച്ചുകൂടിയും സേവ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഈ സമയത്ത്. അതല്ലാണ്ട് ഇമോഷണലി നിങ്ങൾ കുറച്ചൊരു ക്ലോസ്ഡ് ഓഫ് ആണ്.
നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ആരോടും പറയാണ്ട് തുറന്നു പറയാണ്ട് ഒളിപ്പിച്ചിട്ട് പറഞ്ഞ ഒരു റിസർവ്ഡ് ആയി എനർജിയാണ്. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കുറെ ആൾക്കാരുണ്ട്, പക്ഷെ നിങ്ങൾക്ക് കുറച്ചൊരു ഓപ്പൺ അപ്പ് ആയാലേ അവർക്കും അറിയുള്ളൂ നിങ്ങൾ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അത് കുറച്ച് പോസിബിൾ ആണ് വെച്ചാൽ ശ്രമിക്കുക. ഇവിടെ ഞാൻ കാണേണ്ട ഒരു എനർജി കുറച്ചൊരു റിസർവ്ഡ് ആയിട്ട് ആരോടും ഒന്നും തുറന്നു പറയാണ്ട്. അതെന്താ വേറെ കാര്യം എന്താ വെച്ചാൽ നിങ്ങളുടെ കുറെ ഗോസിപ്പ് ഉണ്ടാവണ പ്രോബ്ലം ഇതുമായിരിക്കാം. നിങ്ങൾ ഒന്നും തുറന്നു പറയാണ്ട് ആ സിറ്റുവേഷൻ ആണ്, അതുകൊണ്ടാണ് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് കുറെ ക്രിയേറ്റ് ആവണേ. മറ്റേ സൈഡിന് കുറെ ഗോസിപ്പ് ഉണ്ട്, പക്ഷെ നിങ്ങൾ അതിനെ ക്ലാരിഫൈ ചെയ്യൂല വെച്ചാൽ അത് പിന്നെ അങ്ങനെ ഗോസിപ്പ് കൂടെയുള്ളൂ. അപ്പൊ നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിൽ വീൽ ഫോർച്യൂൺ ആണ്. ആക്ച്വലി ഇത് ഡെസ്റ്റിനിയുടെ കാർഡാണ്, ഇത് ടൈം സമയത്തിന്റെ കാർഡാണ്. യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാ ഡിഫിക്കൽട്ടീസ് ഉണ്ടായെന്ന് വെച്ചാൽ അതൊക്കെ ഇപ്പോൾ ആ സമയം കഴിഞ്ഞു, ആ ചീത്ത സമയം കഴിഞ്ഞു. ഇപ്പോൾ വരാൻ പോണ സമയം കുറെ പോസിറ്റീവ് ആണ്, കുറെ ഒരു നല്ല സമയമാണ് വരാൻ പോണത്. അപ്പോൾ യൂണിവേഴ്സ് അതിൻ്റെ കൺഫർമേഷൻ ആണ് ഇവിടെ തരണത്. 4 സോർഡ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഔട്ട്കം ആണ്. അപ്പോൾ ഏപ്രിൽ മാസത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഹീലിംഗിലാണ് ഫോക്കസ് ചെയ്യണത്. ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ സെപ്പറേറ്റഡ് ആണ് വെച്ചാൽ നിങ്ങളുടെ കാര്യങ്ങളാണ് ഇപ്പോൾ പ്രയോറിറ്റൈസ് ചെയ്യാൻ തുടങ്ങിയിരിക്കണേ. ആൻഡ് ആ എനർജിയിലാണ് നിങ്ങൾ ഏപ്രിൽ മാസത്തിൽ. അപ്പോൾ കുറച്ചൊരു അഗൈൻ റിസർവ്ഡ് ആയിട്ട് എനർജിയാണ്, പക്ഷെ അതൊരു നീഡഡ് എനർജിയാണ്. ആ ഹീലിംഗ് വേണം നിങ്ങൾക്ക് ഈ സമയത്ത്. അപ്പോഴേ നിങ്ങൾ ശരിയായിട്ട് മൂവ് ഓൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ് ഞാൻ കാണുന്നത്. ക്വീൻ ഓഫ് സോർഡ്സ് ഇവിടെ എന്താണ് ക്ലാരിഫൈ ചെയ്യാം. ഡെവൽ, നിങ്ങൾ കുറേ ഒരു ടോക്സിക് പേഴ്സൻ്റെ കൂടെ ആയിരുന്നു ഡീൽ ഉണ്ടായിരുന്നെ. നിങ്ങൾ ആ പേഴ്സണെ നിങ്ങളുടെ ലൈഫിന് കട്ട് ഓഫ് ചെയ്തു. പേഴ്സൺ ടോക്സിക് ആയിരുന്നില്ല വെച്ചാൽ ഈ സിറ്റുവേഷൻ ടോക്സിക് ആയിരുന്നു. ഡെവിൽ കാപ്രിക്കോൺ എനർജിയാണ്. അപ്പോൾ ഡെത്ത് ഇവിടെ എന്താണ് സ്ട്രെങ്ത്. നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണ് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിച്ചാൽ നിങ്ങൾ ആ കുറേ സ്ട്രോങ് ആയിട്ട് അതിനെ ഡീൽ ചെയ്തു. ഇത് ലിയോ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ആ സ്ട്രെങ്ത്തിൻ്റെ കൂടെയാണ് മുമ്പോട്ട് പോവാൻ തീരുമാനിച്ച്, പാസ്റ്റിൽ എന്തോ എൻഡ് ചെയ്യാൻ തീരുമാനിച്ച്. അപ്പോൾ 5 സോർഡ്സ് ഇവിടെ എന്താണ് ഏതോ ഒരു മദർലി പേഴ്സൺ ആണ് നിങ്ങളെ കുറച്ച് നെഗറ്റീവായിട്ട് കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യണത്. ഇത് മേ ബി നിങ്ങൾ അറിയണ പേഴ്സൺ ആവാം, അറിയാത്ത പേഴ്സൺ ആവാം. എന്തായാലും നിങ്ങളുടെ എനർജി കുറേ ഒരു ബ്യൂട്ടിഫുൾ എനർജിയാണ്. അപ്പോൾ ഇത് നിങ്ങളെ എഫക്റ്റ് ചെയ്യില്ല. അതാണ് പോസിറ്റീവ് ഇവിടെ ഞാൻ കാണുന്നത്. സൺ ഇവിടെ എന്താണ് നിങ്ങൾക്ക് കുട്ടികളുണ്ടാച്ചാൽ കുട്ടികളുടെ വഴി നിങ്ങൾക്ക് കുറേ ഒരു ഹാപ്പിനെസ് ഉണ്ടാവും ഫ്യൂച്ചറിൽ. അതല്ലാച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ പേഴ്സൺ വരാൻ പോകുന്നുണ്ട്. കിങ് ഓഫ് വാൻസ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. ഈ പേഴ്സൺ കുറേ ഒരു കാരിസ്മാറ്റിക് പേഴ്സൺ ആണ്. ആൻഡ് ആ പേഴ്സൺ ആണ് നിങ്ങളുടെ ലൈഫിൽ കുറേ ഒരു ഹാപ്പിനെസ് കൊണ്ടുവരണത്. ആദ്യം ലിയോ എനർജിയിൽ വെച്ച് സാജിറ്റേറിയസ് ആണ് എനിക്കിവിടെ കിട്ടണത്. അപ്പോൾ ഈ 7 ഓഫ് പെൻറ്റിക്കിൾസ് എന്താണ് മജിഷ്യൻ. നിങ്ങൾ എന്തോ മാനിഫെസ്റ്റ് ആണ് ചെയ്യണത്. ആ മാനിഫെസ്റ്റേഷൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറേ ആയി വെയിറ്റ് ചെയ്യണു. പക്ഷേ ഒരു സമയം കഴിഞ്ഞാൽ ആ വെയിറ്റിംഗ് എനർജി കുറച്ചൊരു സ്റ്റാഗ്നൻ്റ് ആയി പോകും. അതുകൊണ്ടാണ് അത് ചാലഞ്ച് ആയിട്ട് കാണുന്നത്. യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ഇപ്പോൾ നടത്തിപ്പിക്കാൻ തുടങ്ങണം. നിങ്ങൾ സിംഗിൾ എനർജിയിലാണ് ആൻഡ് നിങ്ങൾ കുറേ കേപ്പബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേറെ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്താ വേണ്ട വെച്ചാൽ നിങ്ങൾക്ക് തന്നെ അത് മാനിഫെസ്റ്റ് ചെയ്യാം. അപ്പോൾ സ്റ്റോപ്പ് വെയിറ്റിംഗ്. നിങ്ങൾ ഈ വെയിറ്റിംഗ് എനർജിയിലായിരിക്കും ആവുമ്പോൾ അതൊരു സ്റ്റാഗ്നൻ്റ് എനർജി ആയി പോകുന്നുണ്ട്. മേ ബി നിങ്ങൾ ഫിനാൻഷ്യലി ആരുടെയോ ഹെൽപ്പിന് വേണ്ടിയിട്ടായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് തന്നെ എന്തെങ്കിലും സ്വന്തമായി തുടങ്ങാച്ചാൽ ആ കേപ്പബിലിറ്റി നിങ്ങൾക്ക് ഉണ്ട്. അത് നിങ്ങൾ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് കുറേ ഒരു നല്ല ലൈഫാണ് മുമ്പോട്ട് പോയി ഉണ്ടാവുക. അപ്പോൾ വേറെ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് നിങ്ങൾ തന്നെ എന്തെങ്കിലും സെൽഫായിട്ട് തുടങ്ങാൻ നോക്കുക. ആൻഡ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ഇപ്പോൾ നടപ്പിക്കാൻ നോക്കുക. 4 ഓഫ് പെൻറ്റിക്കിൾസ് ഇവിടെ എന്താണ് നൈറ്റ് ഓഫ് കപ്സ്. അപ്പോൾ ഇമോഷണലി ഓൾസോ ഞാൻ കാണുന്നത് ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കുറേ ആൾക്കാരുണ്ട്. നിങ്ങളെ റൊമാൻറ്റിക്കലി ഓൾസോ കുറേ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ നിങ്ങൾ തുറന്ന് ഓപ്പൺ അപ്പ് ആവണില്ല. അപ്പോൾ വേറെ ആൾക്കാർക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കുറച്ചൊരു വിഷമമുണ്ട്. നിങ്ങൾ ഓപ്പൺ അപ്പ് ആയാലേ
പുതിയ ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ വരാൻ പറ്റുള്ളൂ. ഇല്ല വെച്ചാൽ ഇങ്ങനെ ഒരു സ്റ്റാഗ്നന്റ് എനർജിയിലാണ് നിങ്ങൾ ഉണ്ടാവുക. വീൽ ഫോർച്യൂൺ ഇവിടെ എന്താണ് 5 ഓഫ് കപ്സ്. അപ്പം നിങ്ങളുടെ എല്ലാ വിഷമങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ആ ചീത്ത സമയം കഴിഞ്ഞു, ഇപ്പോൾ വരാൻ പോണ സമയം കുറേ ഒരു പോസിറ്റീവായിട്ടാണ്. അപ്പോൾ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ച് ഇപ്പോൾ വിഷമിക്കണ്ട. എന്നുവെച്ചാൽ ഇപ്പോൾ വരാൻ പോണ സമയം പോസിറ്റീവാണ്. അപ്പോൾ ഫ്യൂച്ചറിലേക്ക് നോക്കുക, ഇല്ലച്ചാൽ അറ്റ്ലീസ്റ്റ് പ്രസൻറ്റിൽ ഉണ്ടാവുക. എന്നുവെച്ചാൽ പാസ്റ്റിൽ നിങ്ങൾ അത് മാത്രം ആയിട്ട് നിങ്ങൾ സ്റ്റാഗ്നൻ്റ് ആയിട്ട് അങ്ങനെ ആലോചിച്ചിരുന്നാൽ അത് കൂടുതൽ അത് നിങ്ങളെ ബ്ലോക്കേ ചെയ്യുള്ളൂ. 4 ഓഫ് സ്വോർഡ്സ് എന്താണ് നിങ്ങളുടെ ഔട്ട്കം? 7 ഓഫ് കപ്സ്. അപ്പം ഞാൻ പറഞ്ഞ മാതിരി ഈ സമയം കുറച്ചൊരു കൺഫ്യൂസിങ് പീരിയഡ് ആയിരിക്കാം ഇമോഷണലി. പക്ഷേ നിങ്ങൾക്ക് ഈ സമയം ആവശ്യമുണ്ട്, ഈ ഹീലിംഗിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഹീൽ ചെയ്യുക ആൻഡ് ലെറ്റ് ഗോ ചെയ്യുക. വൺസ് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്താൽ ഒരു പുതിയ ബിഗിനിങ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് അത് നിങ്ങളുടെ ലൈഫിൽ ഡെഫിനറ്റ്ലി വരും. ഹാങ് മാൻ പൈസീസ് എനർജിയാണ്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് ജെമിനായി. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് പ്രൈവറ്റ് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ ചെയ്യാം. പ്രൈവറ്റ് റീഡിംഗ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി കുറിച്ചാണ്, അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. എന്നെ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമെയിൽ ചെയ്യുക. ഇല്ല വെച്ചാൽ വെബ്സൈറ്റിൽ വാട്സാപ്പിൻ്റെ ചാറ്റ് അയക്കുന്നുണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യുക. അവിടെ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരും. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.